നിമിഷി. ഞാനിവിടെ ഒരു 1.5 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1.5 കിലോ ബീഫ്. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 1.5 കിലോ ബീഫുണ്ട്. 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകം, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ മഞ്ഞൾ, 3 ടേബിൾ സ്പൂൺ മല്ലി, ഇത് മുളക്. എരിവ് കൂടുതൽ വേണ്ടിയിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇത് 5 എണ്ണം ഉണ്ട്. പിന്നെ ചെറിയ കഷ്ണം പട്ട, 3-4 ഏലക്കായ്, അതുപോലെ തന്നെ 3-4 കറിയാമ്പൂ. കുരുമുളക് ഇടുന്നുണ്ട്, അതുകൊണ്ട് മുളക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുരുമുളക് 2 ടേബിൾ സ്പൂൺ. നമുക്കൊന്ന് ആദ്യം പൊടിക്കുക, എന്നിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരപ്പ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മഞ്ഞൾ പൊടി ആയതുകൊണ്ടാണ് ഞാൻ അതിലിടാറുള്ളത്. മഞ്ഞളുടെ പൊടി ഇട്ടെടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇടാവുള്ളൂ. ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചെടുക്കാം. ഇനി ഇതൊക്കെ നന്നായി ചേർത്തെടുക്കാം. നല്ലോണം ചേർത്തെടുത്താൽ മതി. ഇവിടെ കുഴച്ച് വെച്ച ബീഫ് ഒരു 10-25 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട്. നന്നായി കുഴച്ചെടുക്കണം. എന്നിട്ട് ഇത് വേവട്ടെ. വെന്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. കുക്കറിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് വെച്ചതാണ്. കുക്കർ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെച്ചതാണ്. മുഴുവൻ നമുക്ക് കഴിച്ചെടുക്കാം. ഇതുപോലെ നന്നായി ചേർത്തെടുക്കുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുകൊണ്ട് ചേർത്ത് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇതൊന്നും പൊരിഞ്ഞതിൻ്റെ ശേഷം കുക്കർ ക്ലോസ് ചെയ്താൽ മതി. അത് നന്നായി മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് അപ്പോൾ ഇതിന് തന്നെ വെള്ളം വരും. എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ക്ലോസ് ചെയ്യരുത്. അപ്പോൾ ഇത് കുക്കർ ക്ലോസ് ചെയ്യാണ്ട് വെച്ചതാണ്. കണ്ടോ, ബീഫ് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ട് ഇതിൽ തന്നെ ഉണ്ടായ വെള്ളമാണ് ഇത്. കണ്ടോ, ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കണ്ട. ഈ വെള്ളത്തിൽ തന്നെ ഇത് വെന്തോളും. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. വെള്ളം ഒഴിച്ച് കൊടുക്കുക വേണ്ട. അങ്ങനെ കുക്കർ ഇനി ഇത് കിടന്ന് വേവട്ടെ. നമുക്കിത് തുറന്നു. വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ വെള്ളത്തിൽ തന്നെ വെന്ത് വന്നതാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. എന്നാലും ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അത് നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ അങ്ങ് വറ്റി പോയിക്കോളും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് വെന്തത് ഇതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ചെറിയ ഉള്ളി, ഇതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് മുരിഞ്ഞ് എന്നെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. നല്ലോണം മുരിയണം. സവാള മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ സവാളിൻ്റെ കൂടെ തന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ചൂടുള്ള എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി.
അതങ്ങനെ മുരിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ടേക്കാം. ഇപ്പം നല്ല ചൂടുള്ള എണ്ണ ആകുമ്പോൾ അതിലങ്ങനെ മുരിഞ്ഞ് വന്നത് നമുക്ക് വെന്ത ബീഫ് എടുക്കാം. ഇത് മുഴുവൻ ചേർത്തിട്ട് നന്നായി ഒന്ന് വരട്ടി പൊരിച്ചെടുക്കാം. ഞാനിതൊക്കെ ഇളക്കി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ വേണ്ടിച്ചതിൽ ലേശം വെള്ളത്തിൻ്റെ ഉണ്ട്, അതൊക്കെ ഇതിൽ കിടന്ന് വറ്റി വരണ്ട് വന്നോട്ടെ. കണ്ടോ, വേണമെങ്കിൽ ഇങ്ങനെ തന്നെ തീ ഓഫാക്കാം. പക്ഷേ ഇതൊന്നും കൂടെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടോ, ഒന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. എന്നിട്ട് നമുക്കൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കട്ടോ. ഇപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റാക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കിയാൽ എന്താണെന്ന് പറയാം, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ബ്രെഡിനൊക്കെ കഴിക്കാം. ബ്രെഡ് കുബൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലത്. പിന്നെ സാധാ ചോറിനും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതും പരിപ്പ് കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. പിന്നെ നെയ്ച്ചോറിന് ഇതും പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോട്ടെ. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. നല്ല ചൂടുണ്ട് കണ്ടോ, ഇതേപോലെ ആവി വറുക്കുന്ന പോലെ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ. അതിനിതിന് ഞാൻ കുറച്ച് ഇഞ്ചി പൊരിച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഇതിന് വെളുത്തുള്ളി കുത്തുമ്പോൾ തോടോടക്കാൻ കുത്തിയാൽ മതി. അപ്പോൾ അതും കൂടി പൊരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ബൈ. ഫസ്റ്റ് തോടല്ല കേട്ടോ, സെക്കൻഡ് തോട് ഉണ്ടാവില്ലേ, ആ മേലത്തെ തൊലി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തോട്. ഓക്കെ, ബൈ.